ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന 666 എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. ചിലതിവിടെ സൂചിപ്പിക്കുന്നു. ചിലർ പറയുന്നത് ഇത് ശാബതുകാർ പറയുന്നത് ആരാധന ഞായറാഴ്ചയാക്കി മാറ്റിയതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ്. യഹോവ സാക്ഷിക്കാർ പറയുന്നത് ഏകീകൃത ഗവൺമെൻറ്റുകളാണ് ഈ 666 അർത്ഥമാക്കുന്നത് എന്നാണ്. വേറെ ചിലർ പറയുന്നത് ഇതൊരു ഇസ്ലാമിക രാഷ്ട്രത്തെയാണ് ഇത് കുറിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. ഇനിയും ചിലരുടെ അഭിപ്രായം, അവരുടെ അഭിപ്രായപ്രകാരം ലോകാവസാന നാളിലേക്ക് ഈ ലോകത്തിലേക്ക് ഒരു ഏക ലോക ഭരണാധികാരി കടന്നു വരുമെന്നും അദ്ദേഹം യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്തെ മുഴുവനും ഭരിക്കുമെന്നും ആ ഭരണത്തിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ ഭരണനിർവഹണത്തിൽങ്കൽ ഈ 666 എന്ന മുദ്ര മനുഷ്യരുടെ നെറ്റിമേലും കൈമേലും കുത്തുമെന്നും അങ്ങനെ 666 എന്ന നമ്പർ ഉള്ളവർക്ക് മാത്രമേ കമ്പോളത്തിൽ വിൽക്കുവാനും വാങ്ങുവാനും കഴിയുകയുള്ളൂ എന്നും ഉള്ളൊരു വ്യാഖ്യാനം നിലവിലുണ്ട്. വളരെ ഭീവത്സവും ഭീകരവുമായ രീതിയിലാണ് ഈ വ്യാഖ്യാനം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണിത്. എന്നാൽ വാസ്തവമായി ഈ വ്യാഖ്യാനങ്ങൾക്ക് ഈ 666 എന്ന നമ്പറുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ചില കാലഘട്ടങ്ങളിൽ സമകാലീന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ചില ആളുകൾ ചില വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഭാരതത്തിൽ ആധാറും NPR വന്നപ്പോൾ ചില ആളുകൾ പ്രസംഗ പരമ്പരകളും എഴുത്തുകളും നടത്തി ഇത് 666 അർത്ഥമാക്കുന്നതെന്ന് പ്രസംഗിക്കുകയും എഴുതുകയുണ്ടായി. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇത് അബദ്ധമായിപ്പോയി, ഇത്തരത്തിലുള്ളൊരു പ്രഭാഷണം നടത്തിയതെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ 666 ആധാറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആധാറും NPR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള ജില്ലകളും നഗരങ്ങളും വില്ലേജുകളും പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ കുടുംബാംഗങ്ങളുടെയും വ്യക്തവും പൂർണ്ണവുമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 12 അക്ക നമ്പറിൽ ഓരോ വ്യക്തികൾക്കും നൽകുന്ന പ്രത്യേക തിരിച്ചറിയൽ കാർഡാണ് ആധാർ NPR. സുതാര്യവും സുസ്ഥിരവുമായ ഭാരതത്തിൻ്റെ ഭരണ നിർവഹണത്തെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ആധാർ. പ്രാദേശികപരമായും ഭരണപരമായും ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് ആധാർ. അപ്പോൾ ആധാർ എന്താണെന്ന് ചുരുങ്ങിയ വിവരത്തിൽ നിന്നും മനസ്സിലായല്ലോ. അപ്പോൾ ആധാറും 666 കൂട്ടിച്ചേർക്കുന്നത് തികച്ചും ഭോഷത്വമായ ഒന്നാണ്. ലോകത്തിൽ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള കാർഡുകളുണ്ട്. നമ്മുടെ ഭാരതത്തിലുമുണ്ട്. ഒരു കാലത്തൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ റേഷൻ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാണോ സ്ഥിതി? എത്രയെത്ര കാർഡുകളുണ്ട്. ആധാർ കാർഡുണ്ട്, ID കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, ATM കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്. ഇങ്ങനെ കാർഡുകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. ഇനി ഒരുപക്ഷെ വേറെയും കാർഡുകൾ ഉണ്ടായേക്കാം. ഇതും 666 തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഇതര രാജ്യങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ, അതാത് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ഒട്ടനേകം കാർഡുകളുണ്ട്. ഈ കാർഡുകൾ കൊണ്ടൊന്നും ആധാറും 666 പോലെയുള്ള ഒരു കാര്യത്തെ ബന്ധിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഓരോരോ പ്രദേശങ്ങളിലുള്ള ഓരോരോ കാർഡുകളുണ്ട്. അത് ഏത് തന്നെ ആയിരുന്നാലും അതും 666 തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ചില കാർഡുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാർഡ് RFID എന്ന കാർഡാണ്. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് RFID എന്ന ആ ഷോർട്ട് ഫോമിൻ്റെ അർത്ഥം. ഇത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു തിരിച്ചറിയൽ സംവിധാനമാണ്. അമേരിക്ക, യൂറോപ്പ് മുതലായ രാജ്യങ്ങളിൽ RFID നിലവിലുണ്ട്. ഓരോ വ്യക്തിയെയും സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ സംവിധാനത്തിലൂടെ സംഗ്രഹിക്കുവാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രാജ്യത്തിൻ്റെ കുറ്റാന്വേഷണ വിഭാഗത്തിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് RFID എന്ന ഈ തിരിച്ചറിയൽ സംവിധാനം. മറ്റൊരു കാർഡാണ് MNIC, മൾട്ടിപർപ്പസ് ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് വിവിധ ഉദ്ദേശങ്ങൾക്കായുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണിത്. ഗവൺമെൻറ് ഓഫീസ്, ബാങ്കിങ്,
മാർക്കറ്റിംഗ്, ബിസിനസ്, ഷോപ്പിംഗ് മാൾ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും MNIC കാർഡ് സുപ്രധാനമാണ്. ഈ കാർഡ് ഇല്ലാതെ ഈ മേഖലയിൽ ക്രയവിക്രയം ചെയ്യുവാൻ കഴിയുകയില്ല. അമേരിക്കയിലും യൂറോപ്പിലും ചില ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാർഡുകൾ നിലവിലുണ്ട്. മറ്റൊരു കാർഡാണ് ബയോചിപ്പ്. മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് പോലെയുള്ള ഒരു വസ്തുവാണ് ബയോചിപ്പ്. ഒരാളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും കൃത്യമായും വ്യക്തമായും ഈ ചിപ്പിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ബയോചിപ്പ് ഒരു കാർഡിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. ബയോചിപ്പ് ക്യാപ്സൂൾ രൂപത്തിലാക്കി മനുഷ്യരുടെ വലത് കൈ കീറി അതിനുള്ളിൽ ചിപ്പ് വച്ച് തുന്നിച്ചേർത്ത ശേഷം ഇത് ഉപയോഗിക്കുവാൻ പറ്റുമോ എന്ന് പാശ്ചാത്യ നാടുകളിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും ഒരു തിരിച്ചറിയൽ കാർഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡുകൾ പലതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ആധാറോ NPRോ മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നവയോ ഇനി ലോകവ്യാപകമായി വരുവാനിരിക്കുന്ന മറ്റേതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡോ നമ്പറോ ഇതൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന 666മായി എന്തെങ്കിലും ബന്ധമുള്ളതോ ബന്ധപ്പെടുത്തുവാൻ കഴിയുന്നതോ അല്ല. അങ്ങനെയാണെന്ന് സമർത്ഥിക്കുന്നത് ചിലരുടെ വിഫലമായ ശ്രമം മാത്രമാണ്. ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടുന്നതിനും വേണ്ടിയാണ് ഇത്തരം അബദ്ധങ്ങൾ വിളംബരം ചെയ്യുന്നത്. സമകാലീന സംഭവങ്ങളുടെ ചുവട് പിടിച്ച് ഇതിനു മുൻപും പല പ്രസ്താവനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം പിന്നീട് ശുദ്ധ മണ്ടത്തരമായി പോയി എന്നാണ് പരമസത്യം. അപ്പോൾ ഇതുപോലെയുള്ള സമകാലീന സംഭവങ്ങളെ ചേർത്തുകൊണ്ട് പല വ്യാഖ്യാനങ്ങളും ഈ 666 കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പിന്നീട് വിഡ്ഢിത്തമായി പോയി എന്ന് അങ്ങനെയുള്ളവർക്ക് മനസ്സിലായി എന്നതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 666 എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് ദൈവശാസ്ത്രപരമായിട്ടിവിടെ വിശകലനം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ്റെ യുഗാന്ത്യ ദർശനം എന്നൊക്കെ ഈ പുസ്തകത്തെ അറിയപ്പെടുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിലുള്ള കൊയിനെ എന്ന വകഭേദത്തിലാണ് ഈ പുസ്തകം ഉൾപ്പെടുന്നത്. അപ്പോകാലിപ്സിസ് എന്ന സാഹിത്യ ശാഖയിൽ ഉൾപ്പെടുന്ന പുതിയ നിയമത്തിലെ ഏക പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അപ്പോകാലിപ്സിസ് എന്നതിൻ്റെ അർത്ഥം അനാവരണം ചെയ്യുക, മറം നീക്കുക എന്നൊക്കെയാണ്. മൂടിയിട്ടിരിക്കുന്ന ഒരു വസ്തു എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പുറമൂടി എടുത്ത് മാറ്റുമ്പോഴാണ് ആ വസ്തു എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ഒരു വസ്തു എന്താണെന്ന് അറിയണമെങ്കിൽ ആ തിരശ്ശീല മാറ്റുമ്പോൾ അത് വ്യക്തമാവും. ഇതുപോലെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആലങ്കാരികമായ ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആയതിനാൽ ഈ അക്ഷരാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഗ്രഹിക്കാൻ പ്രയാസകരമായിരിക്കും. ആയതിനാൽ ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നതിനെ ആലങ്കാരികമായി തന്നെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 90% ആലങ്കാരിക ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അതിലെ സുപ്രധാനമായ ഒരു 3-4 കൂട്ടം വിഷയങ്ങൾ ആ 13-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. 666 എന്ന നമ്പറിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ അത് ഓരോന്നായി ചെറുതായിട്ട് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്നും ഒരു മൃഗം കയറി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സമുദ്രത്തിൽ നിന്നും കയറിയ ഒരു മൃഗം. ആ മൃഗത്തിന് മഹാസർപ്പം സർവ അധികാരവും നൽകി എന്ന് പറയുന്നു. ആ മൃഗം 42 മാസം പ്രവർത്തിക്കുന്നു. 42 മാസം പ്രവർത്തിക്കുവാനാണ് ഈ മൃഗത്തിന് മഹാസർപ്പം അധികാരം നൽകിയിരിക്കുന്നത്. രണ്ടാമതായി ഭൂമിയിൽ നിന്നും മറ്റൊരു മൃഗം കയറി എന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ മൃഗത്തിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു, എന്നാൽ അത് കുഞ്ഞാടായിരുന്നില്ല. മൂന്നാമത്തെ വിഷയം മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും സംഖ്യയായ 666. അപ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ: 1 സമുദ്രത്തിൽ നിന്നും കയറിയ മൃഗം, 2 ഭൂമിയിൽ നിന്നും കയറിയ മൃഗം, 3 മഹാസർപ്പം, 4 666 അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സംഖ്യ, അതായത് മനുഷ്യൻ്റെ സംഖ്യ. മനുഷ്യൻ്റെ സംഖ്യയാണ് മൃഗത്തിൻ്റെ സംഖ്യ, മൃഗത്തിൻ്റെ സംഖ്യ തന്നെയാണ് മനുഷ്യൻ്റെയും സംഖ്യ. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് ഈ 13-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ആയതിനാൽ വെളിപ്പാട് 13-ൽ പറഞ്ഞിരിക്കുന്ന 666 എന്ന വിഷയത്തെ ഇവിടെ വിശകലനം ചെയ്യുകയാണ്. സമുദ്രത്തിൽ നിന്നും കയറിയ മൃഗം ഏതാണ്?
സമുദ്രത്തിൽ നിന്നും കയറിയ മൃഗം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സമുദ്രം എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് സമുദ്രം വലിയ ഒരു ജനസമൂഹത്തെയാണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ജനസ്വാധീനത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. പെരുവെള്ളത്തിന്മേലിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ ആ പെരുവെള്ളം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളും ജാതികളും ആകുന്നു എന്ന് വെളിപ്പാടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സമുദ്രം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ 2 ഭാഗം സമുദ്രവും 1 ഭാഗം മാത്രമാണല്ലോ കര. അതുകൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെയാണ് ഈ സമുദ്രം അർത്ഥമാക്കുന്നത്, ജനസാഗരം. അപ്പോൾ അതിൽ നിന്നും ഒരു മൃഗം കയറി വരുന്നു. ഈ മൃഗത്തിന് മഹാസർപ്പം അധികാരം കൊടുക്കുന്നു. അപ്പോൾ ഈ മൃഗം ഏതാണ്, മഹാസർപ്പം ഏതാണ്? അതാണ് ഒന്നാമത്തെ പോയിന്റ്. മൃഗം എന്നുള്ളത്, ഈ മൃഗം കയറി വന്നത് സമുദ്രത്തിൽ നിന്നാണ്. സർപ്പമാണ് ഈ മൃഗത്തിന് അധികാരം കൊടുത്തത്. ഈ മഹാസർപ്പം എന്നുള്ളത് റോമൻ സാമ്രാജ്യമാണ്. പുരാതന റോമൻ സാമ്രാജ്യത്തെയാണ് ഇവിടെ സർപ്പം എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർപ്പം മൃഗത്തിന് അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ, അതായത് AD 220-നും 240-നും ഇടയിൽ റോമൻ സാമ്രാജ്യത്തിൽ രൂപപ്പെട്ട റോമൻ കത്തോലിക്ക മതത്തെയാണ് ഇവിടെ മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മൃഗം സമുദ്രത്തിൽ നിന്നും കയറി വന്നു. വളരെ ജനസ്വാധീനമുള്ള അംഗങ്ങളുള്ള ഒരു മതത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ മതം റോമൻ കത്തോലിക്ക മതമാണ്. അപ്പോൾ ഈ മതം 42 മാസം ഇവിടെ മൃഗത്തിൻ്റെ അധികാരം, മഹാസർപ്പം കൊടുത്ത അധികാരത്തിന് കീഴിൽ 42 മാസം പ്രവർത്തിക്കുകയാണ്. ഈ 42 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദീർഘവർഷത്തെയാണ് അർത്ഥമാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ 42 മാസമല്ല, 350 വർഷത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ 350 വർഷത്തെയാണ് ഈ 42 മാസം എന്നുള്ളത് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ മൃഗം റോമൻ കത്തോലിക്ക മതമാണ്. മഹാസർപ്പം അധികാരം കൊടുത്തെന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യം 6-ാം നൂറ്റാണ്ടോടുകൂടി അധപ്പതിച്ചു പോയി. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധപ്പതന കാലഘട്ടത്തിലാണ്, ശക്തി ക്ഷയിച്ചു വന്ന ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിന് തുല്യമായ ഒരു സാമ്രാജ്യ തുല്യമായി റോമൻ സാമ്രാജ്യത്തിൽ ഉടലെടുത്ത മതമാണ് റോമൻ കത്തോലിക്ക മതം. ഈ മതം ചെയ്തത്, ഈ മൃഗം ചെയ്തത്, അവൻ്റെ ദൈവത്തിൻ്റെ സത്യ കൂടാരത്തെ വമ്പു പറയുകയും സ്വർഗത്തിൽ വസിക്കുന്നവരെ ദുഷിക്കുകയും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുകയും അവരെ ജയിക്കുവാനും മൃഗത്തിന് അധികാരം ലഭിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം ഈ മൃഗത്തെ നമസ്കരിക്കും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാട് എന്തിനാ കാണിക്കുന്നു? കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭ, ദൈവസഭ, ആ സഭയ്ക്കെതിരായി ഉയർന്നു വന്ന മറ്റൊരു മതമായിരുന്നു റോമൻ കത്തോലിക്ക മതം. ആ മതത്തെയാണ് ഈ മൃഗം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മതം ദൈവദൂഷണം പറയുന്നു, അല്ലെങ്കിൽ ആ ദൈവത്തോട് വമ്പ് പറയും, സ്വർഗത്തിൽ വസിക്കുന്നവരെ പരിഹസിക്കുന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നു. ഇവിടെ വിശുദ്ധന്മാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവസഭാംഗങ്ങളാണ്. ലോകത്തിൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് 2 പേരുകളാണ് ബൈബിളിൽ നൽകിയിരിക്കുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ സഭ, ചർച്ച് ഓഫ് ഗോഡ്. മറ്റൊന്ന് ക്രിസ്തു സഭ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ഈ 2 പേരുകൾ മാത്രമേ വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഈ സഭയ്ക്ക് എതിരായി ലോകത്തിൽ ഉണ്ടാകുവാനിരുന്ന മതത്തെയാണ് ഈ മൃഗം അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ AD 220 വരെയും ദൈവത്തിൻ്റെ സഭ മാത്രമേ യൂറോപ്പിൽ അല്ലെങ്കിൽ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മതത്തെ, ആ സഭയെ ചവിട്ടി മെതിച്ചുകൊണ്ട് മറ്റൊരു മതം രൂപമെടുത്ത്, അത് ദൈവത്തിൻ്റെ നാമം അതിനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും ക്രിസ്തീയമായ ഉപദേശങ്ങളോ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശമോ അല്ലെങ്കിൽ ആരാധന രീതിയല്ല ആ മതത്തിനുള്ളത്. അത് പുരാതനമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ പല ആരാധന മൂർത്തികളുടെ ആരാധന രീതികളും സ്ഥാനമാനങ്ങളുമാണ് ഇന്നത്തെ മതത്തിനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മൃഗം റോമൻ കത്തോലിക്ക മതമാണ്. തന്നെയുമല്ല, ഈ റോമൻ കത്തോലിക്ക മതം എന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ റോമൻ കത്തോലിക്ക മതത്തിനും അതിൻ്റെ പരമാധികാരികൾക്കും വളരെ അധികാരം ലഭിച്ച, അല്ലെങ്കിൽ ഒരു രാജകീയമായ ഒരു അധികാരം അവർക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ അധികാരത്തോടു കൂടി മാർപ്പാപ്പമാർ വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ, റോമൻ കത്തോലിക്ക മതം 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ.
റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പരമാധികാരിയാണല്ലോ പോപ്പ്. ഈ പോപ്പ് എന്ന നാമകരണം ഏകദേശം AD 4-ാം നൂറ്റാണ്ട് വരെ അവർക്കുണ്ടായിരുന്നില്ല. 4-ാം നൂറ്റാണ്ട് മുതലാണ് ഈ പോപ്പ് എന്ന പദവി റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പരമാധികാരിയായ പോപ്പുമാർക്ക് ലഭിക്കുന്നത്. അത് ആ പദം ആദ്യം ലഭിച്ചത് ലിയോ 1-ാമൻ പോപ്പിനാണ് ഈ സ്ഥാനപ്പേര് ഉണ്ടായത്. ലിയോ 1-ാമൻ മാർപ്പാപ്പയ്ക്കാണ്. AD 440 മുതൽ 461 വരെ റോമിലെ പോപ്പായിരുന്നു ഈ ലിയോ 1-ാമൻ. ലിയോ 1-ാമൻ അറിയപ്പെട്ടത് ദി ഗ്രേറ്റ് എന്നാണ്. മഹാനായ ലിയോ പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെയും പോപ്പ് എന്ന നാമകരണം അവർക്കുണ്ടായിരുന്നില്ല. കാലാകാലങ്ങളിലായിട്ട് ഈ മതം പല സ്ഥാനപ്പേരുകളും പല ചിഹ്നങ്ങളും പല അധികാരങ്ങളും അവർ സ്വയം എടുക്കുകയായിരുന്നു. പക്ഷെ ഇതൊന്നും വേദശാസ്ത്രപരമായി ദൈവത്തിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട സ്ഥാനമാനങ്ങളോ പേരുകളോ അല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു മതമായിരുന്നു റോമൻ കത്തോലിക്ക മതം. ആ മതത്തെയാണ് സമുദ്രത്തിൽ നിന്നും കയറി വന്ന മൃഗം അർത്ഥമാക്കുന്നത്. തന്നെയുമല്ല, ഈ മൃഗത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ദൈവത്തിൻ്റെ സഭ ഞെരിഞ്ഞമർന്നു എന്നതാണ് വാസ്തവം. റോമൻ കത്തോലിക്ക മതം ദൈവസഭയെ കണ്ടമാനം ഉപദ്രവിക്കുകയും അവരെ ഞെരുക്കുകയും സുവിശേഷീകരണം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. 4-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിന് പ്രസക്തി ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നത്. 16-ാം നൂറ്റാണ്ടിന് ശേഷം നവീകരണം ഉണ്ടായപ്പോഴാണ് പിന്നീട് സുവിശേഷീകരണം ലോകമൊക്കെയും ഉണ്ടാകുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഇത് സഭാചരിത്രവും അന്നത്തെ ചരിത്രവും വായിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സമുദ്രത്തിൽ നിന്നും കയറിയ 1-ാമത്തെ മൃഗം റോമൻ കത്തോലിക്ക മതമാണ്. രണ്ടാമത് ഭൂമിയിൽ നിന്നും മറ്റൊരു മൃഗം കയറി എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 13-11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ മൃഗം ഏതാണ്? ഈ മൃഗത്തിന് കുഞ്ഞാടിനുള്ളതുപോലെ ഒരു കൊമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കുഞ്ഞാടായിരുന്നില്ല എന്ന് കാണുന്നുണ്ട്. കൊമ്പ് അധികാരത്തെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞാടിനുള്ളതുപോലെ ഒരു കൊമ്പുണ്ടായിരുന്നു, പക്ഷെ അത് കുഞ്ഞാടല്ല. ഈ മൃഗം 1-ാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരങ്ങൾ നടത്തുകയാണ് ഈ മൃഗം ചെയ്തത്. 1-ാമത്തെ മൃഗം എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുകയായിരുന്നു 2-ാമത്തെ മൃഗം ചെയ്തത്. ഭൂമിയിൽ നിന്നും കയറിയ മൃഗം. ഭൂമിയിൽ നിന്നും കയറിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ സമുദ്രം കൂടുതലും കര കുറവുമാണല്ലോ. അപ്പോൾ റോമൻ കത്തോലിക്ക മതത്തേക്കാൾ അല്പം താണതായ, ജനസംഖ്യ കുറഞ്ഞതായ, അധികാരം കുറഞ്ഞതായ മറ്റൊരു മതത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അതും ക്രിസ്തീയ പേരിൽ നിലകൊള്ളുന്നതാണ്. ഇത് പ്രൊട്ടസ്റ്റന്റ് മതത്തെയാണ് ഈ ഭൂമിയിൽ നിന്നും കയറിയ മൃഗം അർത്ഥമാക്കുന്നത്. ആ മൃഗത്തിന് കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു പറയുമ്പോൾ അത് കുഞ്ഞാടല്ല. കുഞ്ഞാട് എന്തിനാ കാണിക്കുന്നു? അതായത് ഇവർക്ക് സുവിശേഷീകരണം ഉണ്ട്, പക്ഷേ പരിപൂർണമായ സമ്പൂർണമായ സുവിശേഷീകരണം അതിനില്ല. എന്നാൽ ഇത് വേർപെട്ടതുമല്ല. അപ്പോൾ എന്നാൽ മറ്റേ 1-ാമത്തെ മൃഗത്തോട് ചേർന്ന് നിൽക്കുന്നതായ പട്ടസ്ഥമുള്ളതായ മറ്റൊരു പ്രസ്ഥാനമാണ്, മറ്റൊരു മതമാണ് പ്രൊട്ടസ്റ്റന്റ് മതം. ഇതും ക്രിസ്തു സ്ഥാപിച്ച സത്യസഭയ്ക്ക് എതിരെ നിൽക്കുന്നതാണ്. റോമൻ കത്തോലിക്ക മതവും പ്രൊട്ടസ്റ്റന്റ് മതവും. അതിനെയാണ് ഈ 2 മൃഗങ്ങൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ 2-ാമത്തെ മൃഗമാണ് 1-ാമത്തെ മൃഗത്തിൻ്റെ ആജ്ഞ അനുസരിക്കുകയും 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുവാനും ഈ മൃഗത്തിന് പ്രതിമ ഒരുക്കുവാനും ഇതിൻ്റെ മുദ്ര ഏൽക്കുവാൻ നിർബന്ധിക്കുന്നതും ഈ 2-ാമത്തെ മൃഗമാണ്. അതാണ് വെളിപ്പാട് 13-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 മൃഗങ്ങളെന്ന് പറയുമ്പോൾ അതിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സഭയെ ആട്ടിൻകൂട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടം. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 12-32 വാക്യത്തിൽ ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. ചെറിയ ആട്ടിൻകൂട്ടം. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ക്രിസ്തു തന്നെ കൊടുത്ത പേരാണ് ചെറിയ ആട്ടിൻകൂട്ടം. വീണ്ടും കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമാകും. യോഹന്നാന്റെ സുവിശേഷം 10-16 വാക്യം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെയും യോഹന്നാന്റെയും സുവിശേഷത്തിൽ തൻ്റെ സഭയെ ചെറിയ ആട്ടിൻകൂട്ടം, ഒരു ആട്ടിൻകൂട്ടം, ഒരു ഇടയനും. ആ ഇടയൻ യേശുക്രിസ്തുവാണ്. മറ്റത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്ന എല്ലാവരും തൻ്റെ ആടുകളാണ്, ആട്ടിൻകൂട്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സഭ നിഴലായിട്ട് കാണുന്നത്. മറ്റൊന്ന്, യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ അപ്പോസ്തലനും ഒടുവിലത്തെ അപ്പോസ്തലനും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം, ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 20-28 വാക്യത്തിൽ ആട്ടിൻകൂട്ടം എന്ന് പറഞ്ഞിരിക്കും ദൈവത്തിൻ്റെ സഭയെ. അപ്പോൾ ഒന്നാമത്തെ അപ്പോസ്തലനും ഒടുവിലത്തെ അപ്പോസ്തലനും ക്രിസ്തുവിൻ്റെ സഭയെ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർത്താവും തൻ്റെ സഭയെ ആട്ടിൻകൂട്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ആട്ടിൻകൂട്ടമായിരിക്കുന്ന ക്രിസ്തുവിന് സഭയ്ക്ക് എതിരെ നിൽക്കുന്ന രണ്ട് മൃഗമാണ്. ആടും ഒരു മൃഗമാണല്ലോ, പക്ഷേ അത് വിശുദ്ധിയും വേർപാടുമുള്ള നിഷ്കളങ്കമായ ഒന്നാണ് കുഞ്ഞാട് അല്ലെങ്കിൽ ആടെന്നുള്ളത്. മറ്റത് ആ മൃഗമെന്ന് പറയുമ്പോൾ ഇതിനെതിരെ നിൽക്കുന്ന മൃഗമാണ്. അതുകൊണ്ടാണ് അതിന് മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൃഗം എന്ന് നാം കാണുന്നത് ഇതിൻ്റെ അർത്ഥം ഇതൊരു വൈൽഡ് ആനിമൽസാണ്. സമുദ്രത്തിൽ നിന്നും അതുപോലെ ഭൂമിയിൽ നിന്നും കയറിയ മൃഗം ഏത് മൃഗമാണ്? വളർത്തു മൃഗമല്ല, ഇത് ഒരു ആനിമൽസാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ബീസ്റ്റ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൃഗം എന്ന് വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ബീസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ മൃഗം എന്ന പദം 36 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും ഒരേ അർത്ഥമല്ല. വെളിപ്പാട് 13 പറഞ്ഞിരിക്കുന്ന മൃഗത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എല്ലായിടത്തും ഈ ബീസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ തെരിയോൺ എന്ന വാക്കാണ് ഈ മൃഗം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വലിയതും അപകടകരവുമായ മൃഗം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പുരാതന മൃഗം എന്നാണ് തെരിയോൺ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മൃഗം ദൈവത്തിൻ്റെ സത്യസഭയായ കുഞ്ഞാട് എന്ന മൃഗത്തിന് എതിരെ നിൽക്കുന്ന വന്യമൃഗമാണ്, അപകടകാരിയായ മൃഗമാണ്. അതുകൊണ്ടാണ് അതിനെ ബീസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മൃഗം സമുദ്രത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും കയറിയ മൃഗം ഏതാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നാം ചിന്തിക്കുന്നത് ഈ 666 എന്ന നമ്പറിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചാണ്. ഈ റോമൻ കത്തോലിക്ക മതത്തിന് ഒട്ടനവധി സ്ഥാനമാനങ്ങളുണ്ട്. ഈ സ്ഥാനമാനങ്ങളെല്ലാം ഈ ദൈവത്തിൻ്റെ സഭയോട് ബന്ധപ്പെട്ട് കാണുന്നതായ ഒന്നല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. മാർപ്പാപ്പമാർ അധികാരമേൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. മാർപ്പാപ്പമാരുടെ സ്ഥാനമാനങ്ങൾ. മാർപ്പാപ്പ മതനേതാവും രാഷ്ട്രത്തലവനുമാണ്. 120 കോടി അംഗങ്ങളുള്ള ആഗോള കത്തോലിക്ക സഭയുടെ സർവാധികാരിയും വത്തിക്കാൻ സിറ്റി എന്ന ചെറിയ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനുമാണ് പോപ്പ്. സ്വയംഭരണ അവകാശമുള്ള സ്വതന്ത്ര രാഷ്ട്രമാണ് വത്തിക്കാൻ. 1929 ഇറ്റലി സർക്കാരുമായി കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ലാറ്ററൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വയംഭരണ അവകാശമുള്ള പരമാധികാര രാഷ്ട്രമായി വത്തിക്കാൻ മാറുന്നത്. 1929 ഈ ഇറ്റലിയിൽ നിന്നും വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഈ വത്തിക്കാൻ മാറുന്നത്. 179 രാഷ്ട്രങ്ങളുമായി വത്തിക്കാൻ സിറ്റിക്ക് നയതന്ത്ര ബന്ധങ്ങളുണ്ട്. അന്തർദേശീയ നിയമങ്ങളും വത്തിക്കാൻ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. റോമൻ കൂരിയ എന്നറിയപ്പെടുന്ന വത്തിക്കാൻ സിറ്റിയുടെ നീതിന്യായ ഭരണാധികാരം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ പരമാധികാരത്തിലാണ്. വത്തിക്കാൻ സിറ്റി സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനും നിയമപരമായ പരമാധികാരി മാർപ്പാപ്പയാണ്. മതത്തെയും രാഷ്ട്രത്തെയും പോപ്പിൻ്റെ ഒരുമിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തലവൻ വേറെയില്ല, അത് പോപ്പ് മാത്രമാണ്. ചില രാജ്യങ്ങളിൽ മതത്തെ ഭരിക്കുന്ന തലവന്മാരുണ്ട്, മറ്റു ചിലർ രാഷ്ട്രത്തെ ഭരിക്കുന്നു. എന്നാൽ മതത്തെയും രാഷ്ട്രത്തെയും ഒരുമിച്ച് ഭരിക്കുന്ന ഒരേ ഒരു ഭരണത്തലവനെ ലോകത്തിലുള്ളൂ, അത് പോപ്പ് മാത്രമാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സത്യസഭയ്ക്ക് ഘടകവിരുദ്ധമാണ്, എതിരാണ്. ഇതാണ് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. പോപ്പിൻ്റെ സ്ഥാനമാനങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. 1 ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ, 2 സാർവത്രിക സഭകളുടെ പരമാധികാര പോണ്ടിഫ്, 3 വിശുദ്ധ പിതാവ്, 4 ഇറ്റലിയുടെ പ്രിമേറ്റ്, 5 റോമൻ പ്രൊവിഡൻസിൻ്റെ ആർച്ച് ബിഷപ്പ്, 6 മെട്രാപ്പൊളിറ്റൻ, 7 പൊന്തിഫിക്സ് മാക്സിമസ്. അപ്പോൾ ഈ അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ സഭയ്ക്കോ അപ്പോസ്തലന്മാർക്കോ യോജിക്കുന്നതല്ല. അങ്ങനെ ഒരു സ്ഥാനമാനം ദൈവശാസ്ത്രം നൽകുന്നില്ല. അപ്പോൾ ഇത് തികച്ചും ക്രിസ്തുവിൻ്റെ സത്യസഭയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു മതമാണ്. അപ്പോൾ ഈ മതത്തെയാണ് വെളിപ്പാട് 13 പറഞ്ഞിരിക്കുന്ന സമുദ്രത്തിൽ നിന്നും കയറിയ മൃഗം. ഈ മതത്തിൻ്റെ മറ്റൊരു ടീമാണ്, മറ്റൊരു പതിപ്പാണ് ഭൂമിയിൽ നിന്നും കയറിയ
മൃഗം. അത് പ്രൊട്ടസ്റ്റന്റ് മതത്തെ കാണിക്കുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സത്യസഭയ്ക്ക് എതിരെ നിൽക്കുന്ന എല്ലാ മതസമൂഹങ്ങളെയാണ് ഈ മൃഗങ്ങൾ രണ്ടും അർത്ഥമാക്കുന്നത്. സർവ്വലോകത്തിലും വ്യാപിച്ചു കിടക്കുന്ന റോമൻ കത്തോലിക്ക മതം ഒരു സാമ്രാജ്യം തന്നെയാണ്. ഈ സാമ്രാജ്യത്തിലൂടെ ലോകത്തെ മുഴുവനും സ്വാധീനിക്കാൻ ഒരു പരിധിവരെ പോപ്പിന് സാധിക്കും. പോപ്പിൻ്റെ ആശീർവാദം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ലാറ്റിൻ ഭാഷയിലുള്ള ആശീർവാദം ഇപ്രകാരമാണ്: ഊർബി യത് ഓർബി, റോമാ നഗരത്തിനും ലോകം മുഴുവനും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പോപ്പ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് റോമിലുള്ള ക്രിസ്തു മതക്കാർക്ക് ഒരു ആശീർവാദം നൽകും. ആ ആശീർവാദമാണ് ഞാൻ വായിച്ചത്: ഊർബി യത് ഓർബി, റോമാ നഗരത്തിനും ലോകം മുഴുവനും എന്നതാണ്. അപ്പോൾ ലോകം മുഴുവനും മാർപ്പാപ്പ ആശീർവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ ലോകത്തെ മുഴുവനും വേണമെങ്കിൽ ഭരിക്കുവാൻ മാർപ്പാപ്പയ്ക്ക് കഴിയാം. ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതാണല്ലോ. 120 കോടി അംഗങ്ങളുള്ള ഒരു മതമാണ് ഈ റോമൻ കത്തോലിക്ക മതം. അത് ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ്. ഈ മതങ്ങളും ഈ ആളുകളെല്ലാം പോപ്പിൻ്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ലോകത്തെ മുഴുവനും കീഴടക്കുവാനോ അല്ലെങ്കിൽ ഭരിക്കുവാനോ അല്ലെങ്കിൽ സ്വാധീനിക്കുവാനോ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് രാഷ്ട്രത്തലവനും മതത്തിൻ്റെ തലവനുമായ പോപ്പ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ പേരുകളോ ഒന്നും ദൈവത്തിൻ്റെ സഭയ്ക്കില്ല എന്ന വസ്തുത നാം അറിയുക. അപ്പോൾ രണ്ട് മൃഗങ്ങളുടെ അർത്ഥം എന്താണെന്നും മഹാസർപ്പം ആരായിരുന്നു എന്നും മനസ്സിലായല്ലോ. ഇനി നാം ചിന്തിക്കുന്നത് ഈ മൃഗത്തിൻ്റെ സംഖ്യയെക്കുറിച്ചാണ്. അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രയെന്ന് വെളിപ്പാട് 13:18 പറയുന്നുണ്ട്. മൃഗത്തിൻ്റെ സംഖ്യയാണ് 666. ആ 666 നാം കൂട്ടുമ്പോൾ അതിനെന്ത് കിട്ടുന്നു? ഈ ഒരു മനുഷ്യൻ്റെ സംഖ്യ കിട്ടുന്നു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മൃഗത്തിന് വേണ്ടി മുദ്ര കൊടുക്കുന്ന ജോലിയാണല്ലോ രണ്ടാമത്തെ മൃഗം ചെയ്യുന്നത്. ഈ മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ചില ആളുകൾ അക്ഷരാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഞെറ്റിമേലും കൈമേലും മുദ്ര കുത്തുന്നു എന്നൊക്കെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ശുദ്ധമായിരിക്കുന്ന അബദ്ധമാണ്. ഇവിടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു മുദ്ര എന്നതിൻ്റെ അർത്ഥം, മുദ്ര എന്നതിന് ചരക്മ എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചരക്മ എന്ന് പറഞ്ഞാൽ നാണയങ്ങളിലും പ്രമാണങ്ങളിലുമുള്ള മുദ്ര അല്ലെങ്കിൽ അടയാളം, മാർക്സ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യൻ്റെ നെറ്റിമേലും കൈമേലും കുത്തുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് മുദ്ര അധികാരത്തെയാണല്ലോ അർത്ഥമാക്കുന്നത്. ഈ അധികാരം എന്ന് പറയുമ്പോൾ ആ കാലത്ത് മാർപ്പാപ്പമാരുടെയും അധികാരത്തിന് കീഴിൽ, കത്തോലിക്ക ആ മതത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ അന്ന് സുവിശേഷീകരണം ഉണ്ടായിരുന്നില്ല. അന്ന് ആരെങ്കിലും സുവിശേഷം പ്രസംഗിച്ചാൽ ഈ മതം അവരെ തടയുകയും അധികാരം ഉപയോഗിച്ച് വിലക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അന്ന് ആരെങ്കിലും സുവിശേഷം പറയണമെങ്കിൽ, സുവിശേഷം കേൾക്കണമെങ്കിൽ, സുവിശേഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ രക്തസാക്ഷികളായി തീരണം, അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ പെർമിഷൻ, അധികാരം ആവശ്യമാണ്. അപ്പോൾ മതത്തിൻ്റെ അധികാരത്തോടു കൂടി മാത്രമേ അന്ന് പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് AD 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് അർത്ഥമാക്കുന്നത്. അതായത് ഈ 42 മാസം എന്ന് പറഞ്ഞാൽ 350 കൊല്ലം ഈ റോമൻ കത്തോലിക്ക മതം ദൈവത്തിൻ്റെ സഭയെ ചവിട്ടിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ജാതികൾ 42 മാസം ചവിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 42 മാസവും ഇവിടെ പറഞ്ഞിരിക്കുന്ന 42 മാസവും ഒന്ന് തന്നെയാണ്. 350 വർഷം എന്നാണ് ചരിത്രത്തിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കേണ്ടത്. അപ്പോൾ 350 വർഷം സുവിശേഷീകരണമില്ലാതെ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ദൈവത്തിൻ്റെ സഭ ചവിട്ടി മെതിക്കപ്പെട്ട് ഞെരിഞ്ഞമർന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ നവീകരണം ഉണ്ടായപ്പോൾ മാർപ്പാപ്പന്മാരുടെ അധികാരം ക്ഷയിക്കുകയും പിന്നീട് ലോകം മുഴുവനും സുവിശേഷീകരണം ഉണ്ടാകുവാനും അത് മുഖാന്തരം അനേകർ ദൈവവചനം കേട്ട് ദൈവഭാഗത്ത് വരുവാൻ കാരണമായി. AD 1222 റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പരമാധികാരിയായ പോപ്പ് ബൈബിൾ നിരോധിച്ചു. ബൈബിൾ നിരോധിത പുസ്തകങ്ങളുടെ പട്ടികയിൽ അദ്ദേഹം വരുത്തി. അങ്ങനെ ദീർഘവർഷങ്ങൾ ദൈവവചനം അവരുടെ ഇടയിൽ ഇല്ലാതെയും ദൈവവചനം വായിക്കുവാനോ അത് കേൾക്കുവാനോ സ്വാതന്ത്ര്യമില്ലാതെ നിരവധി വർഷങ്ങൾ മുൻപോട്ട് പോയി. 1222 ശേഷം പിന്നീട് 1960 മാർപ്പാപ്പ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ബൈബിൾ എല്ലാവർക്കും വായിക്കാം, ബൈബിൾ വീടുകളിൽ വെക്കാം എന്ന കൽപ്പന പുറപ്പെടുന്നത്. ഈ 1960 ഈ കൽപ്പന പുറപ്പെടുവിച്ചു എങ്കിലും
ഓരോ കത്തോലിക്ക ഭവനത്തിലും ബൈബിൾ വന്നത് 1980-81 കാലഘട്ടങ്ങളിലാണ്. FEOC ബൈബിളിൻ്റെ ആ എഡിറ്റോറിയൽ നാം പരിശോധിച്ചാൽ അവരുടെ ബൈബിൾ പ്രസിദ്ധീകരണം, ബൈബിൾ പബ്ലിഷ് ചെയ്തത് 1980-81 വർഷങ്ങളിലാവുന്നു എന്ന് അവിടെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇങ്ങനെയുള്ള അധികാരത്തെയാണ് അവിടെ കൈമേലും നെറ്റിമേലും മുദ്ര കുത്തുന്നു പറഞ്ഞാൽ അത് അധികാരത്തെയാണ് അർത്ഥമാക്കുന്നത്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ മുദ്ര കുത്തുകയോ കമ്പോളത്തിൽ പോയി മലക്കറി വാങ്ങുകയോ ഇറച്ചി മീനും വാങ്ങുകയോ അല്ലെങ്കിൽ അരി വാങ്ങുകയോ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ചില ആളുകൾ വിവരക്കേട് കൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇത് ചരിത്രപരമായും വേദശാസ്ത്രപരമായും നാം അത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മുദ്ര എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കുത്തിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കൈമേലും നെറ്റിമേലും കുത്തി എന്നല്ല, അതൊരു അധികാരത്തെയായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. ഇനി ഈ 666 എന്താണ്? ആ നമ്പറിനെ കുറിച്ചാണ് ഈ നാം പരിശോധിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഈ നമ്പർ നാം മനസ്സിലാക്കണമെങ്കിൽ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പരമാധികാരി ആയിരിക്കുന്ന പോപ്പിന് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില സ്ഥാനമാനങ്ങളെക്കുറിച്ചാണ് നാം നേരത്തെ ചിന്തിച്ചത്. ഇത് AD 1612 മാർപ്പാപ്പമാർ ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാനം അവർ സ്വീകരിച്ചിരുന്നു. ആ സ്ഥാനത്തിന് പറഞ്ഞിരിക്കുന്ന പേരാണ് വികാരിയസ് ഫിലിഡൈ എന്നാണ്. വികാരിയസ് ഫിലിഡൈ അല്ലെങ്കിൽ വഗേറിവസ് ഫിലിഡൈയും എന്ന് പറയും. ഇതൊരു ലാറ്റിൻ വാക്കാണ്. ഇത് AD 1612 മാർപ്പാപ്പമാർ സ്വീകരിച്ചിരുന്ന ഒരു സ്ഥാനപ്പേരായിരുന്നു വികാരിയസ് ഫിലിഡൈ. ഈ വികാരിയസ് ഫിലിഡൈ എന്ന ആ ലാറ്റിൻ വാക്ക് നാം പരിശോധിച്ചാൽ, കാരണം ലാറ്റിൻ വാക്കുകൾക്ക് അക്കമാണല്ലോ, അക്കങ്ങളിലൂടെയാണ് ലാറ്റിൻ വാക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വികാരിവസ് ഫിലിഡേ എന്ന ആ ലാറ്റിൻ വാക്ക് നാം അക്കത്തിൽ കൂട്ടുമ്പോൾ 666 എന്ന നമ്പർ കിട്ടും. അതെങ്ങനെയാവുന്നു എന്ന് ഇവിടെ വിശദീകരിക്കാം. വികാരിയസ് ഫിലിഡൈ എന്ന ആ വാക്ക്, ആ സെൻറ്റൻസ് ഇവിടെ വിശദീകരിക്കുന്നു. ഈ പദത്തിൻ്റെ അർത്ഥം ദൈവപുത്രന് പകരക്കാരൻ എന്നാണ്. അപ്പം ദൈവപുത്രൻ്റെ പകരക്കാരൻ എന്ന് പറയുമ്പോൾ അത് തന്നെ ദൈവം നിന്നയാണ്. കാരണം യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയുടെ പരമാധികാരിയും മഹാപുരോഹിതനും ശ്രേഷ്ഠ ഇടയനും വലിയ ഇടയനും യേശുക്രിസ്തു തന്നെയാണ്. പകരക്കാരനായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആരെയും നിയമിച്ചിട്ടില്ല. മറ്റുള്ളവരെല്ലാം ആട്ടിൻകൂട്ടങ്ങളാണ്. ദൈവം യേശുക്രിസ്തു അതിൻ്റെ വലിയ ഇടയനുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ദൈവപുത്രന്റെ പകരക്കാരൻ എന്നർത്ഥം വരുന്ന വഗേറിവസ് അല്ലെങ്കിൽ വികാരിയസ് ഫിലിഡൈ എന്ന ആ നാമം സ്വീകരിക്കുന്നത് ദൈവത്തിനെതിരാണ്, ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരാണ്. അത് എതിർ ക്രിസ്തുവാണ് എന്നത് വളരെ വാസ്തവമാണ്. അപ്പോൾ ആ വാക്ക് നമുക്ക് പരിശോധിക്കാം. ഈ ലാറ്റിൻ വാക്കിൽ ഓരോ വാക്കിനും ഓരോ അക്കങ്ങളാണ്. അത് നമുക്കിവിടെ പരിശോധിക്കാം. ഈ വികാരിയസ് എന്ന ഒന്നാമത്തെ ആ സെൻറ്റൻസിൽ ആദ്യം വരുന്നത് വി ആണല്ലോ. വിയുടെ സംഖ്യാമൂല്യം 5 ആണ്. വി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഐ ആണ്. ഐക്ക് സംഖ്യാമൂല്യം 1 ആണ്. ഐ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സി ആണ്. സിക്ക് സംഖ്യാമൂല്യം 100 ആണ്. സി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എ ആണ്. എയിന് മൈനസ് ആണ്, സംഖ്യാമൂല്യം ഇല്ല. എ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 6 ആണ്. 6നും സംഖ്യാമൂല്യം ഇല്ല, മൈനസ് ആണ്. 6 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഐ ആണ്. ഐക്ക് സംഖ്യാമൂല്യം 1 ആണ്. ഐ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യു ആണ്. യുവിന് സംഖ്യാമൂല്യം 5 ആണ്. യു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എസ് ആണ്. എസിന് സംഖ്യാമൂല്യമില്ല. വഗേറിവസ്. അപ്പോൾ വഗേറിവസ് എന്ന സെൻറ്റൻസിൽ വരുന്ന സംഖ്യ, അക്കം, ആ സംഖ്യാമൂല്യം നാം അക്കം കൂട്ടുമ്പോൾ 112 എന്ന സംഖ്യ കിട്ടുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് ഫിലൈ എന്നാണ്. വഗേറിവസ് ഫിലൈ. ഫിലൈ എന്നതിൻ്റെ ഒന്നാമത്തെ അക്ഷരം എഫ് ആണ്. എഫിന് സംഖ്യാമൂല്യം ഇല്ല. രണ്ടാമത് വരുന്നത് ഐ ആണ്. ഐക്ക് സംഖ്യാമൂല്യം 1 ആണ്. മൂന്നാമത് വരുന്നത് എല്ലാണ്. എല്ലിന് സംഖ്യാമൂല്യം 50 ആണ്. എല്ല് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇ ആണ്. ഇക്ക് സംഖ്യാമൂല്യം ഇല്ല, മൈനസ് ആണ്. പിന്നെ വരുന്നത് ഐ ആണ്. ഐക്ക് 1 ആണ്. വീണ്ടും വരുന്നത് ഐ ആണ്, 1 ആണ്. അപ്പോൾ ഫിലൈ എന്ന ആ സെൻറ്റൻസിൽ 53 എന്ന സംഖ്യാമൂല്യം ലഭിക്കുന്നു. ഒടുവിൽ വരുന്നത് ഡെയ് എന്ന വാക്കാണ്. വഗേറിവസ് ഫിലിഡൈ അല്ലെങ്കിൽ വികാരിയസ് ഫിലിഡൈ. അപ്പോൾ അതിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ഒന്ന് ഡി എന്ന അക്ഷരമാണ്. ഡിക്ക് സംഖ്യാമൂല്യം 500 ആണ്.
രണ്ടാമത് വരുന്നത് ഇ ആണ്. ഇക്ക് സംഖ്യാമൂല്യം ഇല്ല, മൈനസ് ആണ്. മൂന്നാമത് വരുന്നത് ഐ ആണ്. ഐക്ക് 1 ആണ്. അപ്പോൾ 501 എന്ന നമ്പർ കിട്ടും. അപ്പോൾ മൊത്തം കിട്ടിയ സംഖ്യാമൂല്യം വഗേറിവസ് എന്നതിന് 112 എന്ന സംഖ്യയും ഫിലെ എന്നതിന് 53 എന്ന സംഖ്യയും ഡെയ് എന്നതിന് 501 എന്ന സംഖ്യയുമാണ്. ഇതൊന്ന് ഒരുമിച്ച് കൂട്ടുമ്പോൾ 501, 112, 53, 666 എന്ന നമ്പർ കിട്ടും. ഇതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തിൻ്റെ സംഖ്യയായ 666. അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? ആ സംഖ്യ ഗണിക്കട്ടെ. ഗണിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇംഗ്ലീഷ് ബൈബിളിൽ കാൽക്കുലേറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് എന്നത് ഒരു ഇംഗ്ലീഷ് വാക്കല്ല. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കാൽക്കുലേറ്റ് എന്ന വാക്ക് ഉണ്ടായത്. അതിൻ്റെ എണ്ണുക, ഗണിക്കുക, കണക്ക് കൂട്ടുക എന്നൊക്കെയാണ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ 666 എന്ന ആ നമ്പറിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായല്ലോ. ചിലർ വ്യാഖ്യാനിക്കുന്നത് പോലെ ഭീകരവും ഭീകത്സവുമായ 666 എന്ന മുദ്ര മനുഷ്യരുടെ നെറ്റിമേലും കൈമേലും കുത്തി ഒരു ഏകലോക ഭരണാധികാരി ലോകത്തിലേക്ക് വന്ന് ലോകത്തെ മുഴുവനും ഏകാധിപത്യപരമായി ഭരിക്കും എന്നുള്ള വിഡ്ഢിത്തരമായ ആ വ്യാഖ്യാനങ്ങളോ വിശകലനമോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അത് വളരെ ലളിതവും സുതാര്യവുമാണ്. അപ്പോൾ അത് ചരിത്രപരമായിട്ട് വേണം നാം മനസ്സിലാക്കുവാൻ. അപ്പോൾ ആ മൃഗം ആരാണ്? ഈ 2 മൃഗങ്ങൾ ഏതാണ്? മഹാസർപ്പം ഏതാണ്? 666 നമ്പറിൻ്റെ ആ അർത്ഥം എന്താണ്? അത് എവിടെ നിന്നാണ് അത് കിട്ടേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. തന്നെയുമല്ല, ഈ 666 എന്ന നമ്പർ അതൊരു ഫാൻസി നമ്പറാണ്. മിക്ക യൂറോപ്പ്, അമേരിക്ക രാജ്യങ്ങളിൽ ടീഷർട്ടിൻ്റെ മേലും ഷൂസിൻ്റെ മേലും ചില ടോയ്സിൻ്റെ മേലെല്ലാം 666 എന്ന നമ്പർ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഒരു ഫാൻസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പറുകളാണ്. പക്ഷേ ഇതും 666 നമ്മൾ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ 666 എന്ന നമ്പർ എന്താണെന്ന് വ്യക്തമായല്ലോ. അത് എന്തിനാണ് അർത്ഥമാക്കിയതെന്ന് മനസ്സിലായല്ലോ. റോമൻ കത്തോലിക്ക മതത്തെയും അതിൻ്റെ ആ ലീഡർഷിപ്പിനെയാണ് ഈ നമ്പർ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിറവേറിയ കാര്യമാണ്. AD 220-നും 240-നും ഇടയിലാണ് റോമൻ കത്തോലിക്ക മതം റോമിൽ രൂപം കൊള്ളുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അത് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രതാപകാലത്ത് AD 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാർ ചക്രവർത്തിമാർക്ക് തുല്യമായി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടോടുകൂടി റോമൻ സാമ്രാജ്യം അസ്തമിച്ചു പോവുകയും ആ സ്ഥാനത്ത് രാജകീയ തുല്യമായി വാണ ഒരു മതമാണ് റോമൻ കത്തോലിക്ക മതം. 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സഭ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും സുവിശേഷീകരണം ഇല്ലാതെയാകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 16-ാം നൂറ്റാണ്ടിലെ നവീകരണ മുഖാന്തരം പിന്നീട് ദൈവവചനം പരക്കുവാനും സുവിശേഷീകരണം എല്ലായിടത്തും എത്തുവാനും അനേകർക്ക് സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്ന സത്യം ചരിത്രപരമായിട്ട് നാം മനസ്സിലാക്കിയില്ല. അപ്പോൾ 666 എന്നതിൻ്റെ അക്കം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രേക്ഷകർ ഗ്രഹിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.